നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് പറയാൻ പോകുന്നത് ഒരു സാധാരണ ഭക്തയ്ക്ക് ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതകരമായ അനുഭവത്തെക്കുറിച്ചാണ്. ഇതും വെറും ഒരു കഥയല്ല. ഭക്തിയോടെ ചെയ്ത ഒരു ചെറിയ സമർപ്പണം എങ്ങനെ ഒരു കുടുംബത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു എന്നുള്ളൊരു അനുഭവ സാക്ഷ്യമാണിത്. നമ്മുടെ വീടുകളിൽ പലപ്പോഴും കാരണമറിയാത്ത തടസ്സങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. വരുമാനമുണ്ടെങ്കിലും പണം നിലനിൽക്കില്ല, വീട്ടിൽ സമാധാനമില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ, വ്യാപാര തടസ്സങ്ങൾ, കടബാധ്യതകൾ, എന്തു തുടങ്ങിയാലും പകുതിയിൽ നിൽക്കുക. ഇങ്ങനെയൊക്കെ പോകും നമ്മുടെ ഓരോ പ്രശ്നങ്ങളൊക്കെ. ഇത് ഓരോരുത്തരുടെയും സംഭവിക്കുന്ന കാര്യമാണ്. ഇതിന് പരിഹാരമായി നമ്മൾ ചെയ്യേണ്ടത് ഗണപതി ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മുൻ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉള്ള ഈ ഭക്ത ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ഒരു ലളിതമായ കർമ്മം ചെയ്തു. ആ ഭക്തിക്ക് ഉണ്ടായ അനുഭവമാണ് ഇന്നത്തെ ഇവിടുത്തെ വിഷയം. ഈ ലളിത കർമ്മം ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതകരമായ മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും. ഉറപ്പുള്ള കാര്യമാണ്. മധ്യ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ അവിടെ താമസിച്ചിരുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു. ആ കുടുംബത്തിലെ ഭക്തയ്ക്ക് ഉണ്ടായ അനുഭവമാണ് പറയാൻ പോകുന്നത്. ആ ഭക്തിയുടെ ഭർത്താവ് ഒരു ചെറിയ വ്യാപാരം നടത്തുന്നു. പക്ഷേ വരുമാനത്തെക്കാളും കൂടുതൽ നഷ്ടമാണ് സംഭവിച്ചത്. കടം നിങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. വീട്ടിൽ ദിവസവും തർക്കങ്ങളാണ്. മകളുടെ പഠനത്തിൽ തടസ്സങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, എന്തു ചെയ്താലും പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ. ആ സ്ത്രീയുടെ മനസ്സ് പൂർണ്ണമായും തളർന്നുപോയി. അങ്ങനെ ഇരിക്കെ ആ ഭക്ത ഒരു ദിവസം അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി ഗണപതി ഭഗവാനെ പൂർണ്ണമായ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ സ്ത്രീ അമ്പലത്തിലെ തിണ്ണയിൽ അല്പനേരം വിശ്രമിച്ചു. ആ സമയം പൂജ കഴിഞ്ഞ് വന്ന വയോധികനായ പൂജാരി ആ ഭക്തയെ കണ്ടു. വിഷമത്തോടിരിക്കുന്ന ഭക്തയോട് അരികിൽ വന്നിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ആ ഭക്ത തൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ പൂജാരിയോട് പറഞ്ഞു. പൂജാരി അല്പസമയം കണ്ണടച്ച ശേഷം ആ ഭക്തയോട് ഇങ്ങനെ പറഞ്ഞു, മോളെ, ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം ശരിയാകും. എല്ലാ വെള്ളിയാഴ്ചയും ഭഗവാന് പുഷ്പാഞ്ജലി നടത്തി ആ പ്രസാദം വിഭൂതി നെറ്റിയിൽ എപ്പോഴും തൊടണം. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച വന്നിട്ടും ഇതുപോലെ തന്നെ പുഷ്പാഞ്ജലി നടത്തുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ ഭഗവാന് കറുകമാല ഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെയും കറുകമാല ഭഗവാന് സമർപ്പിക്കണം. എന്നിട്ട് ആ കറുകമാലയിൽ നിന്നും ഒരു കഷ്ണം കറുക പ്രസാദമായി വാങ്ങി വീടിൻ്റെ പ്രധാന വാതിലിൽ കെട്ടിവെക്കണം. അങ്ങനെ കെട്ടിവെക്കുമ്പോൾ ഈ വിഭൂതി പ്രസാദത്തിന് പുഷ്പാഞ്ജലി കെട്ടി വിഭൂതിയും നെറ്റിയിൽ തൊട്ട് അങ്ങനെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ വിഘ്നങ്ങളെല്ലാം പതിയെ മാറും. അങ്ങനെ നിങ്ങൾ എല്ലാവിധ സൗഖ്യവും എല്ലാവിധ ഐശ്വര്യവും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ആ വാക്കുകൾ ഭക്തിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. പ്രിയ സുഹൃത്തുക്കളെ, കറുകയെ നാം ഒരു പുല്ലായി മാത്രം കാണരുത്. ഹിന്ദു ആചാരങ്ങളിൽ കറുകയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. പുരാണങ്ങളിൽ പറയുന്നത് ഗണപതി ഭഗവാൻ ഒരിക്കൽ വയറ്റിൽ പൊരിച്ചിൽ, അതായത് ദഹനക്കേട് ഉണ്ടായി. അങ്ങനെ ഭഗവാൻ വളരെയധികം വിഷമിച്ചു. വളരെയധികം തണുത്ത വെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ടും മാറുന്നില്ല. ഇരിച്ചിൽ പൊരിച്ചിൽ. അങ്ങനെ ആ സമയം മഹർഷിമാർ ഒരു ഉപായം കണ്ടെത്തി. അവിടെ ഉണ്ടായിരുന്ന കറുകപ്പുല്ല് കുറേ പറിച്ച് ഭഗവാന്റെ വയറ്റിന് ചുറ്റും ഇങ്ങനെ കെട്ടിവെച്ചു. അതിനുശേഷം ഭഗവാന്റെ ആ വയറ്റിലുണ്ടായിരുന്ന പൊരിച്ചിലൊക്കെ എല്ലാം മാറി വയറ് തണുത്ത് സാധാരണ നിലയിലെത്തി. അന്ന് മുതൽ ഗണപതി ഭഗവാന് കറുക പ്രിയപ്പെട്ട ഒരു വസ്തുവായി മാറി. കറുകയ്ക്ക് ഒരു വൈദിക സ്പന്ദനം കൂടി ഉണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കപ്പെടുന്നു. വീട്ടിൽ നെഗറ്റീവ് ഊർജം കുറയ്ക്കുകയും പോസിറ്റീവ് സ്പന്ദനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഭക്തർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. നമ്മൾ വീടിൻ്റെ പ്രധാന വാതിലിൽ ആണ് നമ്മൾ ഈ കറുക കെട്ടിത്തൂക്കേണ്ടത്. കാരണം നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ ഊർജ പ്രവേശന കവാടമാണ്.
അവിടെയാണ് ഗണപതി ഭഗവാന് പ്രസാദമായി കറുക കെട്ടിത്തൂക്കേണ്ടത്. അതിലൂടെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ തടസ്സങ്ങളും വിഘ്നശക്തികൾ എല്ലാം അകന്നു പോകുമെന്ന് വിശ്വസിക്കുന്നു. പൂർണ്ണമായും എല്ലാവരും വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം ആ സ്ത്രീ അവിടുത്തെ പൂജാരി പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ദിവസം ഭഗവാന് ആത്മാർത്ഥമായി പുഷ്പാഞ്ജലി നടത്തി. അതുപോലെ തന്നെ കറുകമാലയും ഭക്തിപൂർവം ഭഗവാന് വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഭഗവാന് സമർപ്പിച്ചു. അങ്ങോട്ട് കൈകൂപ്പി കരഞ്ഞുകൊണ്ട് ആ ഭക്ത ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഗണപതി ഭഗവാനെ, എൻ്റെ വീട്ടിലെ എല്ലാവിധ സർവദോഷങ്ങളെയും നീക്കി സർവ ഐശ്വര്യങ്ങളും സമാധാനവും എന്നും ഉണ്ടാകണേ. ഭക്തിയോടെയും വിശ്വാസത്തോടെയും കറുകമാല ഭഗവാന് സമർപ്പിച്ച് പുഷ്പാഞ്ജലി നടത്തിയും ആ ഭക്ത വളരെയധികം ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം പൂജാരി പുഷ്പാഞ്ജലി നടത്തിയ പ്രസാദവും കറുകമാലയിൽ നിന്നും ഒരു കഷ്ണം കറുകയും ഭക്തിക്ക് കൊടുത്തു. എന്നിട്ട് പൂജാരി പറഞ്ഞു, മറക്കാതെ വേഗം പോയി ഇത് പ്രധാന വാതിലിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കുക കറുക. എന്നിട്ട് ഈ വിഭൂതി, അതായത് പ്രഭാസാദത്തുള്ള നമ്മൾ കരിപ്പൊട്ട് ചന്ദനമൊക്കെ ഉണ്ട്, അത് നിത്യവും തൊടണം. ഇത് എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യണം. വെള്ളിയാഴ്ചയും ഈ നമ്മൾ കെട്ടിത്തൂക്കിയിരിക്കുന്ന കറുക മാറ്റിയിട്ട് പുതിയ കറുക കഷ്ണം കെട്ടിത്തൂക്കുകയും അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും പുഷ്പാഞ്ജലി നടത്തിയ ആ പ്രസാദത്തിൽ നിന്ന് വിഭൂതി നെറ്റിയിൽ തൊടുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യവും നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പൂജാരി പറഞ്ഞു. അത് പ്രകാരം ആ ഭക്ത വീട്ടിലെത്തി പ്രധാന വാതിലിൻ്റെ മുകളിൽ ആ കറുക കെട്ടിത്തൂക്കി. അങ്ങനെ വിഭൂതി പ്രസാദം നെറ്റിയിൽ തൊടുകയും കറുകമാല കെട്ടിത്തൂക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം ശേഷം വീട്ടിലെ അന്തരീക്ഷം അങ്ങനെ മാറി തുടങ്ങി. മുമ്പ് ദിവസവും തർക്കിച്ചിരുന്ന കുടുംബാംഗങ്ങൾ സമാധാനത്തോടെ സംസാരിക്കാനും തുടങ്ങി. നഷ്ടത്തിലായിരുന്ന ഭർത്താവിൻ്റെ വ്യാപാരങ്ങൾ അപ്രതീക്ഷിതമായി ഓർഡറുകൾ ലഭിച്ചു. അങ്ങനെ വ്യാപാരം വളരെയധികം പുഷ്ടിപ്പെടാൻ തുടങ്ങി. കടം കൊടുത്തവർ പോലും സൗമ്യമായി പെരുമാറാൻ തുടങ്ങി. ഒരു ദിവസം ആ സ്ത്രീയുടെ ഭർത്താവ് തന്നെ ആ ഭക്തിയോട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു ശാന്തത മനസ്സിൽ അനുഭവപ്പെടുന്നു. ആ ഭക്തിക്ക് മനസ്സിലായി, ഇത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. ഭഗവാനോട് വളരെയധികം നന്ദി ആ മനസ്സിൽ ആ സ്ത്രീക്ക് തോന്നി. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ പ്രധാനമായത് കറുക മാത്രമല്ല, പുഷ്പാഞ്ജലി മാത്രമല്ല, ഭക്തിയാണ്. ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസത്തോടെ ചെയ്യുന്ന ഒരു ചെറിയ സമർപ്പണത്തിന് പോലും ജീവിതം മാറ്റാനുള്ള ശക്തിയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഗണപതി ഭഗവാൻ വിഘ്നങ്ങളെ മാറ്റുന്ന ദേവനാണ്. അതുകൊണ്ടാണ് എല്ലാ ശുഭകാര്യങ്ങളും തുടങ്ങുമ്പോൾ ഗണപതി പൂജയോടെയാണ് ആരംഭിക്കുന്നത്. വീട്ടിൽ പല തടസ്സങ്ങളും അനുഭവപ്പെടുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ, മനസ്സമാധാനം ഇല്ലാത്തവർ, വ്യാപാരം അഭിവൃദ്ധി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ, ഭക്തിയോടെയും പൂർണ്ണമായ വിശ്വാസത്തോടെയും ഗണപതി ഭഗവാനെ പുഷ്പാഞ്ജലി നടത്തി കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ തടസ്സങ്ങളും മാറ്റി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നടക്കുക തന്നെ ചെയ്യും. പക്ഷെ ഓർക്കുക, ഇത് ഒരു അന്ധവിശ്വാസമെന്നല്ല, ഭക്തിയുടെയും പൂർണ്ണമായ വിശ്വാസത്തിൻ്റെയും പ്രതീകമായി ചെയ്യുക. പ്രാർത്ഥനയോടൊപ്പം നല്ല പ്രവൃത്തികളും ചേർന്നാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് സംഭവിക്കും. പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുക, മരുന്ന്, ഭക്ഷണം, വസ്ത്രം എന്നിവ വാങ്ങി നൽകുക. ഇങ്ങനെ ചെയ്താൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേഗം ലഭിക്കും. ഇന്നത്തെ ഈ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഗണപതി ബപ്പ മോറിയ എന്ന് എഴുതുക. ഈ വീഡിയോ കൂടുതൽ ഭക്തരിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക. ഇതൊരു പുണ്യ പ്രവൃത്തി കൂടിയാണ്. മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പറ്റിയില്ലെങ്കിലും ഷെയർ ചെയ്യുക എന്നത് ഒരു പുണ്യ പ്രവൃത്തിയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നല്ല വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കും. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീട്ടിലെ എല്ലാ വിഘ്നങ്ങളും മാറട്ടെ.
സാമ്പത്തിക അഭിവൃദ്ധിയും സമാധാനവും ആരോഗ്യവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.